3 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ബഹ്റൈനിൽ തൊഴിൽ പ്രശ്നങ്ങൾ നിരവധിയാണ്. നിയമത്തെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചുമുള്ള അവബോധക്കുറവ് പലപ്പോഴും സാധാരണ തൊഴിലാളികളെ പ്രശ്നക്കുരുക്കുകളിൽ അകപ്പെടുത്തുന്നു. മലയാളി മാനേജ്മെന്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിലടക്കം പാസ്പോർട്ട് പിടിച്ചുവെക്കലും ശമ്പളം കൊടുക്കാതിരിക്കലും തുടങ്ങി നിരവധി ചൂഷണങ്ങൾ. വളരെ പ്രതീക്ഷയോടെ ബഹ്റിനിൽ വരുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ആൾക്കാർ നല്ല വാക്ക് പറഞ്ഞാണ് അവരെ ബഹ്റിനിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവൻ്റെ കുടുംബം പോലും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ്. 5 മാസം ഈവൻ 6-7 മാസം ശമ്പളം കൊടുക്കാതെ നിറയിപ്പിക്കുക. നിയമത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണക്കുറവ് മൂലം പലപ്പോഴും സാധാരണ തൊഴിലാളികൾക്ക് കൃത്യമായി പരാതി നൽകാനോ ജോലി മാറാനോ കഴിയുന്നില്ല. ഇവിടെയാണ് തൊഴിലാളികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലഘുലേഖകളുടെ പ്രസക്തി. മലയാളമടക്കം 3 ഭാഷകളിലാണ് തൊഴിലാളികളെ ബോധവൽക്കരിക്കാൻ LMRA ലഘുലേഖകൾ പുറത്തിറക്കിയിരിക്കുന്നത്. LMRA തൊഴിലാളികൾക്കായി നൽകുന്ന സേവനങ്ങളും തൊഴിൽ മാറ്റത്തിനായുള്ള നിബന്ധനകളും ലഘുലേഖയിൽ കൃത്യതയോടെ വിശദീകരിക്കുന്നു. വിസ പുതുക്കുന്നതിനോ മറ്റൊരു സ്പോൺസറുടെ കീഴിലേക്ക് മാറുന്നതിനോ പണമൊന്നും നൽകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും പാസ്പോർട്ട് തൊഴിലാളികൾ കൈവശം വെക്കുകയാണ് വേണ്ടതെന്നും ലഘുലേഖ നിർദ്ദേശിക്കുന്നു. ബഹ്റൈനിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷനുകൾ ലഘുലേഖ വിതരണത്തിന് മുൻകൈയെടുക്കണമെന്ന് ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ മോഹൻ കുമാർ പറഞ്ഞു. അതത് സംസ്ഥാനങ്ങളിലെ അസോസിയേഷനുകളുടെ സഹകരണത്തോടെ മറ്റു ഭാഷകളിലേക്കും ലഘുലേഖ വിവർത്തനം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. വലിയ കലാമേളകൾ സംഘടിപ്പിക്കുന്നതിനപ്പുറം സാധാരണക്കാർക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സംഘടനകൾ മുന്നോട്ട് വരണമെന്നും അംബാസഡർ ആവശ്യപ്പെട്ടു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.